നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് കണ്ട വലിയ ഒരു ഇടിവിനാണ് വീണ്ടും ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സെൻസെക്സ് 1000 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ BSE ലിസ്റ്റഡ് കമ്പനീസ് 10 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഒരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പ് ഔട്ട് ആയിപ്പോയ ഒരു മാർക്കറ്റാണ്. സെൻസെക്സ് 1000 പോയിന്റ് മാത്രമല്ല, നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഒരു 300 പോയിന്റിൻ്റെ ഒരു ഫോള് രേഖപ്പെടുത്തി. 2600ഓളം കമ്പനീസ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വെറും 200ഓളം കമ്പനീസ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അദാനി, എയർടെൽ, ട്രെൻഡ് തുടങ്ങിയ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് നിഫ്റ്റി 50യിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ബിഗ്ഗസ്റ്റ് ഫോൾ കണ്ടത് ഐഷർ മോട്ടോഴ്സാണ്. ഏകദേശം ഒരു 7% അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സിന് ഡബിൾ ഡൗൺ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മോത്തിലാൽ ഒസ്വാൽ ഇന്ത്യൻ ബ്രോക്കർ, 2 ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ബ്രോക്കറിംഗ് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു റൈറ്റ് കട്ട് കിട്ടിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ താരിഫ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാർലി ഡേവിഡ്സൺ അവരുടെ 650cc വാഹനങ്ങൾ തന്നെയാണ് ഐഷർ മോട്ടോഴ്സിനും ഉള്ളത്. ഐഷർ മോട്ടോഴ്സിൻ്റെ മെറ്റിയോർ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ തുടങ്ങിയ വാഹനങ്ങൾ ഉള്ള അതേ ബിസിനസ്സാണ് ഹാർലി ഡേവിഡ്സനുള്ളത്. അപ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ താരിഫ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു കമ്പനീസിന് ഇന്ത്യയിലേക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. അത് അതേ സെഗ്മെൻറ്റിലുള്ള ബിസിനസ് ചെയ്യുന്ന ഐഷർ മോട്ടോഴ്സിന് ഒരു ക്ഷീണമായിട്ടുണ്ട്. ഹോസ്പിറ്റൽ സെക്ടറിൽ നിന്ന് ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇതിൽ അപ്പോളോ ഹോസ്പിറ്റൽ 6% ഇടിവ് രേഖപ്പെടുത്തി. നാരായണ ഹൃദയാലയ കമ്പനി, അല്ലെങ്കിൽ യഥാർത്ഥ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ റെയിൻബോ എന്ന് പറയുന്ന കിഡ്സ് ഹോസ്പിറ്റൽ, ഇവയെല്ലാം തന്നെ സീവിയർ ആയിട്ടുള്ള സെൽ ഓഫ് കണ്ടു. കാരണം അദാനി ഗ്രൂപ്പ് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കടന്നു വരികയാണ്. 6000 കോടി രൂപ മുടക്കി അഹമ്മദാബാദിലും മുംബൈയിലും അവർ പുതിയ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് ഒരു പദ്ധതി ഉണ്ട്. നിഫ്റ്റി ഏകദേശം ഒരു 12% ഏറെ കറക്ഷൻ രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി കറക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ് മിഡ് ക്യാപ്പ് സെക്ടർ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. 17% ഒരു കറക്ഷനാണ് മിഡ് ക്യാപ്പ് സെക്ടർ ഇന്ന് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നല്ല, ഇപ്പോൾ ഈ ഒരു കറക്ഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് സ്വിഗ്ഗി, PV ഫിൻടെക്, സൊമാറ്റോ തുടങ്ങിയ കമ്പനീസിലും വലിയൊരു ഇടിവ് രേഖപ്പെടുത്തി. കുറച്ചധികം റിസൾട്ടുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. IRCTCയുടെ റിസൾട്ട് വന്നപ്പോൾ 13% നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായിരുന്നു. ദേവ്യാനി ഇൻ്റർനാഷണൽ, KFC എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. കഴിഞ്ഞ തവണ 10 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ ഏകദേശം 50 ലക്ഷം രൂപ ലോസാണുള്ളത്. NBCC പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്, 25% പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ തന്നെ MRPLൻ്റെ കാര്യം, MRPL 60%, MRPLൻ്റെ റിസൾട്ട് അല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള മിഡ് ക്യാമ്പ് സ്റ്റോക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 50%, MRPL ഏകദേശം 60%-ലേറെ ഫോള് രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഇടിവിനുള്ള കാരണം ട്രംപിൻ്റെ താരിഫ് ഹൈക്കുകളും അതിൻ്റെ ഒരു ഫിയറുമാണ്. എന്നാൽ ഇന്നലെ US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ US-ലും യൂറോപ്പിലും ഇല്ലാത്തൊരു ഫിയർ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് താരിഫ് ഹൈക്ക് ആണെന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഇതിന് പ്രധാനമായിട്ടും വേറെ ഒരു ഘടകം എന്നുള്ളത്, ഇപ്പോൾ എല്ലാ ഗ്ലോബൽ മാർക്കറ്റും ഓൾ ടൈം ഹൈയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഏകദേശം ഒരു 12%-ലേറെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് കറക്ഷൻ രേഖപ്പെടുത്തിയത്. മറ്റുള്ള ഗ്ലോബൽ ഇൻഡെക്സസ് എല്ലാം തന്നെ ഈ ഒരു ഇയർ ആകെ 2 മാസമായിട്ടുള്ളെങ്കിൽ കൂടിയും ഇന്ത്യൻ നിഫ്റ്റി മാത്രമാണ് ഏകദേശം ഒരു 1.5% നെഗറ്റീവ് റിട്ടേൺ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ഗ്ലോബൽ ഇൻഡെക്സസും എല്ലാം തന്നെ പോസിറ്റീവിലാണ്. ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ PE റേഷ്യോ ഹയർ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓൾമോസ്റ്റ് 24 ആണ്. പക്ഷേ അതേ PE ആണ് US-ലുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ US മാർക്കറ്റ് അല്ലേ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു വാദഗതി നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയുടെ PE 24 ആണെങ്കിൽ കൂടിയും നിഫ്റ്റിയുടെ ഫോർവേഡ് PEനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യുവേഷൻ ഹൈ ആണെന്ന് പറയുന്നത്. ഈ നമ്മുടെ PE, നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പും നമ്മുടെ GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള PE ഇപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ല. GDP സ്ലൈറ്റ്ലി ഇടിഞ്ഞിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ഗ്രോത്ത് ഫോർകാസ്റ്റും കുറഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ ഓവർകം ചെയ്യാനായിട്ട് RBIയുടെ ഭാഗത്തു നിന്നും ബഡ്ജറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ അത് ബലവത്താവുന്നില്ല. കാരണം ഇന്ത്യൻ റുപ്പീസ് ഇന്നലെ ഇൻട്രാഡേയിൽ ഇന്ത്യൻ റുപ്പീസ് $88 അത് ഏറ്റവും വലിയ ലോ ആണുള്ളത്. അതൊരു അലാമിംഗ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണുള്ളത്. അപ്പോൾ റുപ്പീസിൻ്റെ ഡിപ്രീസിയേഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്. FISൻ്റെ സെല്ലിങ്ങിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ഇപ്പോഴുള്ള ഒരു പാനിക്കായിട്ടുള്ള അവസ്ഥക്ക് ഒരു കാരണം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം യൂറോപ്യൻ മാർക്കറ്റ്, ഡാക്സ്, CAC 40, ജർമ്മൻ ഒക്കെ ഫ്ലാറ്റാണ്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിൽ വലിയ കനത്ത ഇടിവൊന്നുമില്ല.
ഡോ ഫ്യൂച്ചർ ശരിയാണ്, നെഗറ്റീവാണ്, കാണാം 100 പോയിൻ്റ് ഒരു ഇടിവ്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 98,000 ഇന്നിപ്പോൾ കണ്ട ഒരു വലിയൊരു പ്രതിഭാസം എന്ന് പറയുന്നത് വിക്സ്, ഇന്ത്യ വിക്സ് കാണാൻ ഏറ്റവും മിഡിലായിട്ട് 3.4% സ്പൈക്ക് ഉണ്ടായി 14.9 പക്ഷേ പോർട്ട്ഫോളിയോയിലെ തന്നെ ഹെഡ്ജ് ചെയ്ത ആളുകൾക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം ഗോൾഡ് എവിടെയാണ്, 2,905. $2,000 ഗോൾഡ് പെർ ഔൺസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ റീസെൻ്റ് ആയിട്ട് അവൈലബിൾ ആയിരുന്നു. ഗോൾഡ് പറന്നാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ആളുകളും കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഗോൾഡ് ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി പോയത്. അല്ലാതെ പല രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് എല്ലാം തന്നെ ഗോൾഡ് അക്യുമുലേഷൻ കുറച്ചിരുന്നു. ഈവൻ ചൈനീസ് സെൻട്രൽ ബാങ്ക് അടക്കം, ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് അടക്കം. പക്ഷേ അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡിലുപരി ഗോൾഡിൽ ആളുകൾ ഒരു വലിയൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗമായിട്ട് ഗോൾഡിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഗോൾഡ് കയറി പോയിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇടം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഈ റിയൽ എസ്റ്റേറ്റ് അത്ര ലുക്രേറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ഇല്ല. ഇപ്പോൾ അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അത്ര ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല. അപ്പോൾ പിന്നെ കുറച്ചും കൂടിയും ഇപ്പോൾ SGB നിർത്തലാക്കി ആ ഒരു സമയത്ത് ആളുകളെല്ലാം തന്നെ ഗോൾഡും കൂടാതെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഈ ഒരു അവസരത്തിലും 10% ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉള്ളത്. കാരണം ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. US മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് വെച്ചാൽ കറൻസി ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതത്ര മെച്ചം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റും അതിൻ്റെ സബ്സിഡിയറി പ്രൊഡക്റ്റായിട്ടുള്ള ഗോൾഡ് പോലെയുള്ള അസറ്റ് ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോൾ ശക്തമായിട്ട് ഓൾ ടൈം ഹൈ ഒക്കെ കടന്നു പോയിട്ടുള്ളത്. അതല്ലാതെ യുദ്ധം അങ്ങനെയുള്ള സാഹചര്യമൊന്നും തന്നെ ഒരു 2 മാസം മുമ്പുള്ള യുദ്ധ സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഉക്രൈൻ റഷ്യ വാറും എല്ലാം തന്നെ ഒരു ലോങ്ഡ് വാറായി 2 വർഷമൊക്കെ കവിഞ്ഞു. ഇതെല്ലാം തന്നെ ഒരു പ്രസക്തി ഇല്ലാതായി മാറിയിട്ടുണ്ട് യുദ്ധത്തിനൊക്കെ. അപ്പോൾ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ചീഞ്ഞ് നാറിയിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് ഒട്ടുമിക്ക ആളുകൾക്കുള്ളത്. അപ്പോൾ മാറി വരുമെന്ന് പ്രത്യാശിക്കാം. അതുമാത്രമാണ് നമുക്ക് വഴിയുള്ളൂ. താങ്ക് യു ഓൾ.